ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു അറേബ്യൻ റൈസിൻ്റെ റെസിപ്പിയാണ്. മജ്ബൂസാണ് തയ്യാറാക്കുന്നത്. ഇന്നിവിടെ ചെമ്മീൻ വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു മജ്ബൂസ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്ന് നോക്കാം. ആദ്യം നമുക്ക് അരി പാകത്തിന് അളന്നെടുത്തിട്ട് നന്നായി കഴുകി വെള്ളത്തിലിട്ട് വെക്കണം. ബസ്മതി റൈസാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇതുപോലുള്ള വലിയ അരി ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം മജ്ബൂസ് തയ്യാറാക്കാനായിട്ട്. ഇനി അരി കഴുകി 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെക്കുക. അടുത്തതായിട്ട് നമുക്ക് ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇവിടെ ഇപ്പോൾ 1 കിലോ അത്യാവശ്യം വലുപ്പമുള്ള ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് മസാല റെഡിയാക്കുമ്പോൾ ചേർക്കാനായിട്ട് ഒരു 10 ചെറിയ ചെമ്മീൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ നല്ലൊരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് മസാലയിലേക്ക് ഒന്ന് പേസ്റ്റാക്കി ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഈ വലിയ ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെക്കാം. ചെമ്മീനിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മജ്ബൂസ് മസാല, പിന്നെ പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് ചെമ്മീൻ നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെക്കുക. മസാലയൊക്കെ ചെമ്മീനിൽ നല്ലപോലെ പിടിക്കാനായിട്ട് നമുക്കിതൊരു 30 മിനിറ്റ് ഫ്രിഡ്ജിൽ വെക്കാം. അതിനുശേഷം ചെമ്മീൻ ഫ്രൈ ചെയ്യാനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് ചൂടായി വരുമ്പോൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഓയിൽ ചൂടായതിനു ശേഷം നേരത്തെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇട്ട് കൊടുക്കുക. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്. ഇനി ചെമ്മീനൊന്ന് മറിച്ചിട്ട് കൊടുത്ത് മറ്റേ സൈഡും ഫ്രൈ ചെയ്തെടുക്കുക. ഫ്രൈ ചെയ്തതിന് ശേഷം ഇനി ഇത് ഓയിലിൽ നിന്നും കോരി മാറ്റാം. ഇനി റൈസ് തയ്യാറാക്കാനായിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെക്കുക. ഇതിലേക്ക് 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. സാധാ ഓയിൽ അല്ലെങ്കിൽ ഡാൽഡ ഒക്കെ യൂസ് ചെയ്യുന്നതിനേക്കാളും മജ്ബൂസിന് നല്ല ടേസ്റ്റ് കിട്ടുക സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി ചൂടായ ഓയിലിലേക്ക് 2 സവാള അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. സവാള നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇതിലേക്ക് നമുക്ക് പാകത്തിനുള്ള ഉപ്പ് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പച്ചമുളക് 8 എണ്ണം അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാളയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെ ആ റോസ്മെല്ലൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നന്നായി വഴറ്റി ഇനി ഇതിലേക്ക് 3 തക്കാളി അരച്ചത് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ അരച്ച് ചേർക്കുന്നതിന് പകരമായിട്ട് നല്ല പഴുത്ത തക്കാളിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. അങ്ങനെ ചേർക്കുകയാണെങ്കിലും നന്നായിട്ട് വഴറ്റിയെടുത്താൽ മതി. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുത്ത ആ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഓയിലും കൂടി ചേർക്കുമ്പോൾ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടും. ഇനി ഇതിലേക്ക് 2 ഏലക്കയും 2 പീസ് പട്ടയും ആഡ് ചെയ്ത് കൊടുക്കുക. 1/4 കപ്പ് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി വഴറ്റിയെടുത്ത് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചെറിയ ചെമ്മീൻ പേസ്റ്റ് ആക്കിയതും കൂടെ ചേർത്ത് കൊടുക്കുക. ചെമ്മീൻ ഈ മസാലയിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മജ്ബൂസ് മസാല പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ഫിഷ് മസാല പൗഡറും കൂടി ആഡ് ചെയ്യാം. ഇവിടെ ഞാനിപ്പോൾ മജ്ബൂസ് മസാല മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് റൈസ് വേവിക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ കപ്പിൽ 1.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതേ കപ്പിൽ തന്നെ അരിയുടെ ഇരട്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 1.5 കപ്പ് അരിക്ക് 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിലേക്ക് മാഗി ചിക്കൻ ക്യൂബ്സ് 2 എണ്ണം ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2 ഡ്രൈ ലെമൺ ആഡ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് വെള്ളത്തിൽ ഉപ്പൊക്കെ പാകല്ലെന്ന് നോക്കിയിട്ട് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. സവാള വഴറ്റുമ്പോൾ ആദ്യം ഇതിൽ നമ്മൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മാഗി ചിക്കൻ ക്യൂബ് ആഡ് ചെയ്തുകൊണ്ട് അതിലും കുറച്ച് ഉപ്പ് ഉണ്ടായിരിക്കും. ഇപ്പോൾ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ കഴുകി കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരിയും വെള്ളമൊക്കെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം പെട്ടെന്ന് തിളച്ച് വരാനായിട്ട് നമുക്കിതൊന്ന് അടച്ചു വെക്കാം. അരി തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ക്യാരറ്റ് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
റൈസ് കുക്കായി വരുന്നത് വരെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അതുപോലെ തന്നെ വെള്ളം ഒരുവിധം വറ്റി തുടങ്ങിയാൽ നമുക്ക് പിന്നെ ലോ ഫ്ലെയിമിൽ ഇത് കുക്ക് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് പച്ചമുളക് മാത്രമാണ് ചേർത്തിട്ടുള്ളത്. കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിക്കാതെ ഇങ്ങനെ ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ റൈസൊക്കെ ഏകദേശം കുക്കായിട്ട് വെള്ളമൊക്കെ വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചെമ്മീൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. റൈസിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇനി ഇത് അടച്ചു വെക്കുക. ലോ ഫ്ലെയിമിൽ 20 മിനിറ്റ് റൈസ് ഒന്ന് ദം ചെയ്തെടുക്കണം. 20 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തുറന്ന് നോക്കുക. അങ്ങനെ ചെമ്മീൻ മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാം. ഒരുപാട് മസാലകളോ നെയ്യോ ഒന്നും ചേർക്കാതെ വളരെ എളുപ്പത്തിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ ഒരു റൈസാണ് മജ്ബൂസ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. സെയിം റെസിപ്പി തന്നെ നമുക്ക് ചിക്കൻ യൂസ് ചെയ്തിട്ടും മജ്ബൂസ് തയ്യാറാക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ കമൻസിലൂടെ അറിയിക്കുക. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്യുക. പുതിയ റെസിപ്പീസുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ. താങ്ക് യു.